നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. വീണ്ടും അത് തന്നെ RCB വേഴ്സസ് GT പോരാട്ടം. ഫൈനൽ മത്സരം അത് അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലാണ്, GTയുടെ സ്വന്തം മൈതാനത്ത്. ഇന്നിപ്പോൾ RRനെ പരാജയപ്പെടുത്തിക്കൊണ്ട് GT മുന്നോട്ട്. ക്വാളിഫയർ 1 തോറ്റതാണ്, പക്ഷേ ക്വാളിഫയർ 2 RRനെ വീഴ്ത്തിയിരിക്കുന്നു. വളരെ സങ്കടകരമായൊരു കാഴ്ച. വൈഭവ് സൂര്യവംശി വീണ്ടും 90കളിൽ വീണിരിക്കുന്നു, സെഞ്ചുറിക്ക് തൊട്ടരികിൽ. ആ പയ്യനെ ഓർത്തിട്ട് മാത്രമാണ് സങ്കടം, അല്ലാതെ RRൻ്റെ ബൗളിങ്ങോ ഫീൽഡിങ്ങോ ഒന്നും എന്ത് മികച്ചതായിരുന്നില്ല. GT വിജയം അർഹിച്ചതാണ്. പിന്നെ സായി സുദർശൻ ഒരിക്കൽ കൂടി സ്റ്റമ്പിന് ബാറ്റ് എടുത്തെറിഞ്ഞ് ഔട്ടായിട്ടുണ്ട്. ഒരു കളിയിൽ അങ്ങനെ സംഭവിക്കാം, തുടർച്ചയായി രണ്ടാമത്തെ കളിയിൽ അങ്ങനെ സംഭവിച്ചാലും അതിനെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? പക്ഷെ മനോഹരമായിട്ട് ഇന്ന് കളിച്ചു. അങ്ങനെ അല്ലാതെ ഒരു വിക്കറ്റ് RRന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സായി സുദർശൻ്റെ ഒരു ക്യാച്ച് തുടക്കത്തിൽ വിട്ട ഡൊണാവൻ ഫെരീരയ്ക്ക് തീർച്ചയായിട്ടും വലിയ സങ്കടം. എന്തായാലും ശുഭ്മൻ ഗില്ലിൻ്റെ മനോഹരമായൊരു സെഞ്ചുറി, അതിൻ്റെ ഫലം RRനെ പരാജയപ്പെടുത്തി GT ഇതാ IPLൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. 7 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് GT നേടിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത RR നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 214 റൺസ് എടുത്തപ്പോൾ GT 18.4 ഓവറിൽ 3 വിക്കറ്റിന് 219 റൺസ് അടിച്ച് 8 പന്തുകൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കുന്നു. തുടക്കം മുതൽ വളരെ എന്താ പറയുക, വല്ലാത്ത സംഭവങ്ങളാണ് ഉണ്ടായത്. ടോസ് ആദ്യം കിട്ടിയത് GTക്ക്. അപ്പോൾ റഫറി അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ടോസ് ചെയ്യിച്ചു. അപ്പോൾ കിട്ടിയത് RRന്. അവർ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ജയ്സ്വാൾ തുടക്കത്തിലേ മടങ്ങി. ആദ്യ ഓവറിൽ തന്നെ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണയുടെ കൈകളിലേക്ക് എത്തിച്ചു ജയ്സ്വാളിന്. 2 പന്തിൽ നിന്ന് 1 റൺസ്. സൂര്യവംശി പതിയെയാണ് തുടങ്ങിയത്. മറുഭാഗത്ത് ജുറലും മടങ്ങി 7 റൺസുമായിട്ട്. ജഡേജ വന്നു. തുടക്കത്തിൽ ജഡേജയാണ് അടിച്ചു തുടങ്ങിയത്. വൈഭവ് സൂര്യവംശി പിന്നെ ടോപ്പ് ഗിയറിലേക്ക് മാറി. പക്ഷേ അതിനിടയ്ക്ക് ജഡേജ റിട്ടയർഡ് ഹെഡായിട്ട് പോയി. പരാഗ് വന്ന് ഒരു 4ഉം ഒരു 6ഉം അടിച്ചെങ്കിലും 15 റൺസുമായിട്ട് മടങ്ങി. ഷനാക്ക 3 റൺസ്, ജോഫ്രെ ആർച്ചർ 7 റൺസ്. വൈഭവ് സൂര്യവംശി വാവ്, വാട്ട് ആൻ ഇന്നിങ്സ് വൺസ് അഗെയിൻ. പതിയെ തുടങ്ങിയ അവൻ പിന്നെ ടോപ്പ് ഗിയറിലേക്ക് മാറി. 47 പന്തിൽ നിന്ന് 8 4ഉം 7 6ഉം അടക്കം 96 റൺസ്. സെഞ്ചുറിയിലേക്ക് പോവുകയും കാഗിസോ റബാദയുടെ പന്തിൽ പ്രസിദ്ധ കൃഷ്ണ പിടിച്ചും മടങ്ങി. ഡൊണാവൻ ഫെരീരയുടെ അവസാനത്തെ വെടിക്കെട്ടാണ് ശരിക്കും പറഞ്ഞാൽ RRന് 200 കടത്തിയത്. ജഡേജ 35 പന്തിൽ 45 റൺസ് അടിച്ചിരുന്നു. ഡൊണാവൻ ഫെരീര റാഷിദ് ഖാനൊക്കെ എടുത്തിട്ട് അലക്കിയ അവസാന ഓവറിൽ 11 പന്തിൽ നിന്ന് 2 4ഉം 4 6ഉം അടക്കം 38 റൺസുമായിട്ട് ഫെരീറ പുറത്താകാതെ നിന്നിടത്താണ് 214ലേക്ക് RR എത്തുന്നത്. പക്ഷേ ഗുജറാത്ത് എന്തൊരു ഓപ്പണിങ് കൂട്ടുകെട്ടായിരുന്നു അത്. ആദ്യ വേഗത്തിൽ അവർ സ്കോർ ചെയ്തു പോയി. ഒടുവിൽ സായി സുദർശൻ സ്റ്റമ്പിന് ബാറ്റ് എടുത്ത് എറിഞ്ഞ് ഔട്ടാകുമ്പോൾ 13ാമത്തെ ഓവറിൽ അവർ 167 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. സായി സുദർശൻ 32 പന്തിൽ നിന്ന് 8 4ഉം ഒരു 6ഉം അടക്കം 52 റൺസ്. ബ്രിജേഷ് ശർമ്മയുടെ പന്തിൽ വീണ്ടും 8 വിക്കറ്റ്. ഗില്ല് മനോഹരമായി സെഞ്ചുറി പൂർത്തിയാക്കി. 53 പന്തിൽ നിന്ന് 15 4ഉം 3 6ഉം അടക്കം 104 റൺസ് അടിച്ച് വിജയത്തിലേക്ക് ടീം എത്തും ഉറപ്പാക്കിയതിന് ശേഷം അദ്ദേഹം ജോഫ്രെ ആർച്ചറുടെ പന്തിൽ LBW ആവുകയായിരുന്നു. ബട്ട്ലർ 9 പന്തിൽ നിന്ന് 9 റൺസുമായിട്ട് പുറത്താതെ നിന്നു. വാഷിംഗ്ടൺ സുന്ദർ 9 പന്തിൽ നിന്ന് 2 4ഉം ഒരു 6ഉം അടക്കം 16 റൺസ് അടിച്ചു. രാഹുൽ തവാട്ടിയെ ഫിനിഷിംഗ് ടച്ച് കൊടുത്തു. 9 പന്തിൽ നിന്ന് 2 4ഉം ഒരു 6ഉം അടക്കം 17 റൺസുമായിട്ട് അദ്ദേഹവും പുറത്താകാതെ നിന്നു. ഏതായാലും GT ഇതാ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ക്വാളിഫയർ 1 തങ്ങളെ വീഴ്ത്തിയ RCBക്ക് ഫൈനലിൽ പണി കൊടുത്ത് കിരീടമുയർത്താൻ അവർക്കാവുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.